നമസ്കാരം റാണിയമ്മേ. ഈ റോസപ്പൂക്കൾ കൂടെ ഉപയോഗിച്ചോളൂ. അത് ശരണ്യം ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇതിന്റെ സുഗന്ധം. റാണിയമ്മയ്ക്ക് അറിയാമോ, അവയ്ക്കിനും രാവിലെ തന്നെ റോസാപ്പൂക്കൾ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാ. അറിയില്ല അവനെന്താ ഇതുവരെ എഴുന്നേക്കാത്തതെന്ന്. എന്ത്? അവിക് പെണ്ണ ഇനി ഉണർന്നില്ല? എഴുന്നേറ്റില്ല റാണിയമ്മേ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് അവരുടെ മുറിയുടെ മുമ്പിലൂടെ വരുമ്പോ നോക്കിയപ്പോ കണ്ടതാ അവർ ഇപ്പോഴും ഉറങ്ങുക. റോജയും അതേ അതുപോലെ അവയ്ക്കും ഉറങ്ങുകയാണ്, രണ്ടുപേരും. എനിക്കത് കണ്ടപ്പോ എന്തോ വളരെ വിചിത്രമായി തോന്നി. ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കും ഈ രാജകൊട്ടാരത്തിൽ രാവിലെ എഴുന്നേക്കുക എന്നത് വെറും ഹോബിയല്ല, പക്ഷെ അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നിയമമാണെന്നുള്ളത്. റോജയും ഇനിയും ഉണർന്നില്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ പോകും? അവിക് ബണ്ണയ്ക്കുള്ള ഡെയിലി റൂട്ടീൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ റോജയ്ക്ക് അവനെ ഉണർത്താൻ പോലും കഴിയുന്നില്ലേ? അവളെ കൊണ്ട് ഞാൻ തോറ്റു. അത് തന്നെ ഞാൻ നന്നായുള്ളൂ. ഇനി പോയി ആ റോജയോട് ദേഷ്യപ്പെട്ടോളും. അപ്പൊ പിന്നെ എന്നെ മറന്നു കളഞ്ഞോളും. റോജ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു രാജകുമാരൻ കൃത്യസമയത്ത് എഴുന്നേറ്റ് റെഡി ആയിരിക്കണം. അവിക് ബണ്ണ എന്തുകൊണ്ടാ ഇനിയും റെഡിയാകാത്തത്? ഇതെങ്ങനെ സാധ്യമാകുന്നത്? സമീർ പറഞ്ഞത് അവൻ അലാറം എടുത്ത് മാറ്റിയെന്നുള്ളതല്ലേ? I miss you, Mummy, Papa. I miss you. മമ്മ, നാളെ എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസം. ഇന്ന് ഞാൻ റാണിയമ്മയ്ക്ക് വാക്ക് കൊടുത്തു. എനിക്ക് അവയ്ക്കിനെ നോക്കാൻ പറ്റുന്നു. അതുകൊണ്ട് എന്നെ സമയത്തിന് എഴുന്നേൽപ്പിക്കണേ പ്ലീസ്. ഗുഡ് നൈറ്റ് മമ്മി പപ്പ. നേരത്തെ എഴുന്നേക്കണമെങ്കിൽ നേരത്തെ കിടക്കണം. നിങ്ങളുടെ ടെക്നിക്ക് അടിപൊളിയാണ്. അലാം അടിക്കുന്നതിന് മുന്നേ ഞാൻ എണീറ്റു. ആദ്യം ഞാൻ വാഷ്റൂം പോയിട്ട് വരാം, എന്നിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കാം. റാണിയമ്മ എന്നോട് പറഞ്ഞില്ലേ അവയ്ക്കിനെ കാലത്ത് 7 മണിക്കൊക്കെ റെഡിയാക്കി നിർത്തണമെന്ന്? അങ്ങോട്ട് നോക്കിക്കേ, 7 മണിയാകാൻ ഇനി 5 മിനിറ്റ് ബാക്കിയുണ്ട്. പക്ഷെ എന്റെ അവിക് റെഡി. മോഹിനി, എന്തോ? നിനക്ക് പൂക്കൾ കാണുന്നില്ല, പൂക്കളിലുള്ള മുള്ളുകളാണ് കാണുന്നത്. വാ അവിക് ബണ്ണ, എന്റെ കൂടെ വാ.
നിനക്കൊരു കാര്യം അറിയാമോ അവിക് ബണ്ണ? ഒരു രാജകുമാരന്റെ ശക്തി അവന്റെ സമ്മാനമല്ല, അവൻ അതൊരു ഉത്തരവാദിത്വമാണ്. ഒരു നല്ല രാജാവിന് ജനങ്ങൾ മാത്രമല്ല, മൃഗാദികൾ, വായു, ജലം എല്ലാം തന്റേതാണെന്നുള്ള ചിന്ത വേണം. അതുകൊണ്ട് നമുക്കിന്ന് പക്ഷികൾക്ക് ധാന്യം നൽകാം. നീയും എന്റെ കൂടെ വരുമല്ലോ അല്ലേ? എനിക്കറിയാം, നിന്റെ അച്ഛൻ കുഞ്ഞായിരുന്നപ്പോൾ അവനും എന്റെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുമായിരുന്നു. നിനക്കും നിന്റെ അച്ഛനെ പോലെ ആകണ്ടേ? ഇന്നു മുതൽ ഇത് നമുക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടൈമാണ്. മോനെ, പപ്പ പറഞ്ഞത് വളരെ ശരിയാ. കാണാനേ ഉള്ളൂ ഇങ്ങനെ ഉള്ളില് ഭയങ്കര സ്നേഹ. റാണിയമ്മയ്ക്കും എന്നെ പോലെ അവിക്കിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്. ഇനിയിപ്പോ എനിക്ക് ടെൻഷൻ ഇല്ലാതെ സ്കൂളിൽ പോവാം. ഇപ്പൊ നീ ചെല്ല അവിക്. വൈകാതെ തന്നെ ഞാൻ റാണിയമ്മയുടെ മനസ്സിലിടം പിടിക്കും. എന്താ എഴുന്നേറ്റപ്പോ ലേറ്റായോ? റെഡിയാകാൻ നിനക്ക് സമയം കിട്ടിയില്ലേ? വളരെ മോശമായിട്ടുണ്ട്.